ചെന്നൈ മെട്രോ റെയിൽ പ്രവർത്തനങ്ങളും നഗരത്തിലെ നടന്നുകൊണ്ടിരിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസന പ്രവൃത്തികളും നേരിട്ട് വിലയിരുത്തുന്നതിന്റെ ഭാഗമായി മെട്രോയിൽ യാത്ര ചെയ്ത തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് മെട്രോ റെയിൽ പ്രവർത്തനങ്ങളും നഗരത്തിലെ പുതിയ പദ്ധതികളുടെ പുരോഗതിയും പരിശോധിക്കുന്നതിനായി തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ബുധനാഴ്ച ചെന്നൈ മെട്രോയിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഗവൺമെന്റ് എസ്റ്റേറ്റ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് യാത്ര ആരംഭിച്ച മുഖ്യമന്ത്രി മെട്രോ ആസ്ഥാനത്തെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി നന്ദനം വരെയാണ് യാത്ര ചെയ്തത്. ടിക്കറ്റ് എടുത്താണ് അദ്ദേഹം മെട്രോയിൽ സഞ്ചരിച്ചത്. ഔദ്യോഗിക ഉദ്യോഗസ്ഥരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. യാത്രക്കാർക്കൊപ്പം ഇരുന്ന വിജയ് അവരുമായി സംസാരിക്കുകയും കുശലാന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. തുടർന്ന് പോരൂർ, പൂനമല്ലി ഭാഗങ്ങളിലെ മെട്രോ റെയിൽ നിർമ്മാണ പ്രവർത്തികളും മുഖ്യമന്ത്രി നേരിട്ട് പരിശോധിക്കുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. നഗരത്തിലെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതിയും അദ്ദേഹം വിലയിരുത്തി. ഇതിന്റെ തുടർച്ചയായി കത്തിപ്പാറയിലെ മെട്രോ നിർമ്മാണ പ്രവർത്തനങ്ങളും അദ്ദേഹം പരിശോധിക്കും. പൊതുഗതാഗതം കൂടുതൽ ജനകീയമാക്കുന്നതിനും പദ്ധതികൾ വേഗത്തിലാക്കുന്നതിനുമാണ് മെട്രോ യാത്രയിലൂടെയുള്ള ഈ നേരിട്ടുള്ള പരിശോധനയെന്ന് അധികൃതർ വ്യക്തമാക്കി. അതേസമയം വിദ്യാർത്ഥികൾക്കായുള്ള MC രാജ ആദി ദ്രാവിഡർ ഹോസ്റ്റലിൽ മിന്നൽ പരിശോധനയും മുഖ്യമന്ത്രി വിജയ് നടത്തിയിരുന്നു. ചെന്നൈ സൈതാപ്പേട്ടിലെ ഹോസ്റ്റലിലായിരുന്നു മുഖ്യമന്ത്രിയുടെ സന്ദർശനവും പരിശോധനയും നടന്നത്. മുഖ്യമന്ത്രിയെ കണ്ടതോടെ വിദ്യാർത്ഥികൾ പരാതിക്കെട്ടഴിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി അപ്രതീക്ഷിതമായി ഹോസ്റ്റലിൽ കണ്ടതോടെ തങ്ങൾ നേരിടുന്ന ദുരനുഭവങ്ങൾ വിദ്യാർത്ഥികൾ പങ്കുവച്ചു. ഭക്ഷണവുമായി ബന്ധപ്പെട്ട പരാതികളായിരുന്നു ഭൂരിഭാഗം പേരും പറഞ്ഞത്. ചോറിൽ നിന്ന് പുഴുക്കളെ കിട്ടുന്നത് പതിവാണെന്നും ഭക്ഷണത്തിന് ഗുണമേന്മയില്ലെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. കഴിഞ്ഞ വർഷം സമരം ചെയ്തപ്പോൾ നല്ല ഭക്ഷണം ലഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് എല്ലാം പഴയപടിയായെന്നും വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടു. ജലക്ഷാമം, വൃത്തിഹീനമായ കുളിമുറികൾ, ജീവനക്കാരുടെ കുറവ്, വൃത്തിഹീനമായ അടുക്കള, CCTV ക്യാമറകളുടെ കുറവ് തുടങ്ങിയവയും വിദ്യാർത്ഥികൾ ഉന്നയിച്ചു. അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഗ്ലൗസോ തൊപ്പിയോ ധരിക്കാറില്ലെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. PSC, UPSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഒട്ടേറെ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ രാത്രി 9:30 ഗേറ്റ് അടയ്ക്കുന്നതിന്റെ പ്രശ്നവും ചിലർ ചൂണ്ടിക്കാട്ടി. ഇതുകാരണം രാത്രി വൈകി പരിശീലന ക്ലാസ് കഴിഞ്ഞെത്തുന്നവർ സമീപത്തെ പാർക്കുകളിലാണ് ഉറങ്ങാറുള്ളതെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. ഹോസ്റ്റൽ വളപ്പിൽ സാമൂഹിക വിരുദ്ധരുടെ ശല്യവും പരാതിയായി. ഒടുവിൽ എല്ലാ പരാതികൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്ന് ഉറപ്പു നൽകിയാണ് മുഖ്യമന്ത്രി മടങ്ങിയത്. പരാതികളിൽ അടിയന്തരമായ പരിഹാര നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം ഒപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകിയിരുന്നു. അതേസമയം തമിഴ്നാട്ടിലെ ജനങ്ങളെ ലോട്ടറി ലഹരിയിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും തള്ളിയിടുന്ന അനധികൃത ലോട്ടറി മാഫിയകൾക്കെതിരെ കടുത്ത നിലപാടെടുത്തിരുന്നു മുഖ്യമന്ത്രി വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴ്നാട് സർക്കാർ. അതിർത്തി കടന്നുള്ള ലോട്ടറി കടത്തും വിൽപ്പനയും പൂർണ്ണമായും തടയാൻ പോലീസിന് കർശന നിർദ്ദേശം നൽകിയതോടെ കേരളത്തിൽ നിന്ന് ലോട്ടറി വാങ്ങി വരുന്നവരെ ലക്ഷ്യമിട്ട അതിർത്തി മേഖലകളിൽ തമിഴ്നാട് പോലീസ് പരിശോധന അതിശക്തമാക്കി. കേരളത്തിൽ നിന്ന് ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നവർക്കെതിരെ അതിർത്തിയിൽ കടുത്ത നടപടിയാണ് സ്വീകരിച്ചു വരുന്നത്. വാളയാറിലെ പോലീസ് ഔട്ട് പോസ്റ്റ് കേന്ദ്രീകരിച്ച് 24 മണിക്കൂറും റൗണ്ട് ദി ക്ലോക്ക് പരിശോധനയാണ് നടക്കുന്നത്. തമിഴ്നാട്ടിലേക്ക് വരുന്നതും തിരികെ പോകുന്നതുമായ മുഴുവൻ വാഹനങ്ങളും പോലീസ് തടഞ്ഞു നിർത്തി സൂക്ഷ്മമായി പരിശോധിച്ച ശേഷമാണ് കടത്തിവിടുന്നത്. ലോട്ടറി നിരോധനമുള്ള തമിഴ്നാട്ടിൽ ലോട്ടറി ടിക്കറ്റുകൾ കൈവശം വയ്ക്കുന്നത് നിയമവിരുദ്ധമാണ്. അതിർത്തി കടത്തിക്കൊണ്ടുവരുന്ന ടിക്കറ്റുകൾ പോലീസ് ഉടനടി പിടിച്ചെടുക്കുകയും കൈവശം വയ്ക്കുന്നവർക്ക് ഭാരമേറിയ പിഴ ചുമത്തുകയും ചെയ്യുന്നുണ്ട്. വൻതോതിൽ ലോട്ടറി വാങ്ങി വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് തടവ് ശിക്ഷ ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട്. വർഷങ്ങളായി വാളയാറിലെ ലോട്ടറി കടകളിൽ തമിഴ്നാട്ടിൽ നിന്നുള്ളവരുടെ വൻ തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. കോയമ്പത്തൂർ, തിരുപ്പൂർ, ഈറോഡ്, സേലം എന്നീ ജില്ലകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകളാണ് ദിവസേന വാളയാറിലെത്തി കേരള ലോട്ടറി വാങ്ങുന്നത്. ഇവരിൽ ചിലർ വ്യക്തിഗത ആവശ്യങ്ങൾക്കായി ടിക്കറ്റ് എടുക്കുമ്പോൾ മറ്റു ചിലർ തമിഴ്നാട്ടിൽ അനധികൃതമായി വിൽക്കാനാണ് ലോട്ടറി മൊത്തമായി കൊണ്ടുപോയിരുന്നത്. തമിഴ്നാട്ടുകാർ കേരളത്തിലെത്തി ലോട്ടറി വാങ്ങുന്നതും കോടികളുടെ ബമ്പർ സമ്മാനങ്ങൾ നേടുന്നതും പതിവാണ്. എന്നാൽ ഇത്തരം ലോട്ടറി ഭ്രമം തമിഴ്നാട്ടിലെ സാധാരണക്കാരായ തൊഴിലാളികളുടെ കുടുംബങ്ങളെ തകർക്കുന്നുവെന്ന വിലയിരുത്തലാണ് തമിഴ്നാട് സർക്കാരിന്റെ ഈ കടുത്ത നടപടി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.